നകുലേട്ടാ, ഇനി അവര് പറഞ്ഞ പോലെ പെറ്റുകൂട്ടേണ്ടി വരൂ. അതിന് നമുക്കാരോട് യുദ്ധം ചെയ്യില്ലല്ലോ. കുണ്ടി കുഞ്ഞില്ലാണ്ട് വിഷമിച്ചപ്പം ഇത് കുടിച്ചിട്ടല്ലേ കുഞ്ഞുണ്ടായത്. ഉണ്ടായി വരുമ്പോഴേക്കോ 1 2 100 എണ്ണല്ലേ 100 എണ്ണം. അത് വെച്ചിട്ടല്ലേ പുള്ളിക്കാരത്തി പണ്ട് ശ്രീകൃഷ്ണന്റെ പേര് യുദ്ധത്തിന് പിടിച്ചു നിന്നത്. എന്റെ മോന്റെ കാര്യമായതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ചില്ല. കിട്ടിയ സ്ഥലത്ത് നിന്ന് മേടിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പേ രണ്ടാളോട് ഓരോ സ്പൂണ് കഴിക്കാൻ പറയണോട്ടാ. 3 മാസം 3 മാസാ മോനെ. ഇനി ഇതായിട്ട് എന്തിനു കുറക്കുന്നു? മേടിച്ചോ. ഇന്ന് വന്നോട് മോനെ. എത്ര ചേച്ചി? 600 റുപ്യയിലൂടാ. 600 അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. ഒരു കുഞ്ഞിക്ക് വേണ്ടിട്ടല്ലടാ. കാര്യം നടന്ന കമലാക്ഷ എടുത്തിനെ കാണണ്ട പോലെ കാണണേ. അത് പിന്നെ കാണാണ്ടിരിക്കണേ. അന്നേ പോട്ടാ. ചായ കുടിച്ചിട്ട് പോണേ. നിങ്ങളെ കാത്തു നിന്നിട്ട് ഇപ്പൊ എന്നെ വൈകി. ഞാൻ പോകാട്ടാ. മര്യാദക്ക് കഴിച്ചോണം കേട്ടോ. നകുലേട്ടാ, ഈ കമ്പനി പേരൊന്നുമില്ലല്ലോ. കഴിച്ച പണി കിട്ടൂ? അത് കഴിച്ച പണി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ നല്ല കിണിപ്പിന് കിട്ടും. നോക്കട്ടെ. നോക്കി കഴിക്കണോ? കഴിക്കാം. നകുലേട്ടാ, ഇനി അവര് പറഞ്ഞ പോലെ പെറ്റുകൂട്ടേണ്ടി വരൂ. അതിന് നമുക്കാരോട് യുദ്ധം ചെയ്യില്ലല്ലോ. അതെ, ഇത് കഴിച്ചോണ്ട് മാത്രം കുട്ടിയാവില്ലട്ടാ. ആ സാരില്ല, കരയില്ലേ? രണ്ടുപേരാ? എനിക്കായി അമ്മേ. ഇവ കാര്യം പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ ആ 2 വര ശരിക്കും പറഞ്ഞ ഞങ്ങളെ ലൈഫിലെ മുന്നോട്ടേക്കുള്ള ഒരു ഗിയർ ചേഞ്ച് ആയിരുന്നു. നാട്ടുകാരെ ചോദ്യശരങ്ങൾ അങ്ങനെ നിന്നു. പിന്നീട് വന്നത് ചോദ്യങ്ങൾക്ക് ഒരുതരം വാദങ്ങളായിരുന്നു, അവകാശവാദങ്ങൾ. ഇപ്പൊ കമലാശ്ശേരി പറഞ്ഞത് എന്തായി? സുകുമാരകൃതം വലിച്ചില്ലേ? കാര്യം നടന്ന കമലാശ്ശേരിനെ കാണണ്ട പോലെ കാണാനെന്ന് മോൻ പറഞ്ഞിനെ. എല്ലാം നിങ്ങൾ പറഞ്ഞല്ലേ. ആയിക്കോട്ടെ. എന്റെ മോന്റെ ഒക്കെ വിശേഷായ നിന്റെ മോന്റെ വിസ വന്നോ? എല്ലാവരെയും കണ്ടു, എന്നെ മാത്രം എന്തുകൊണ്ട് കാണാത്തത് കൃഷ്ണ?
ഇവിടുന്ന് സന്താന സൗഭാഗ്യയന്ത്രം പോയിച്ചു ധരിച്ച ആർക്കും ഫലം ലഭിക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്കും ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടെയുള്ളത്. പിന്നെ നമ്മുടെ പൂജാരിയുടെ കൈപ്പുണ്യവും. അതെ അതെ. നേർച്ച പറഞ്ഞത് മറക്കണ്ട. അമ്മ എടുത്തു. അവിടെ ഉണ്ടല്ലോ മുന്നില്. എടെ ആടാ. എന്റെ അമ്മേ, ഇങ്ങൊന്നേ ഇങ്ങൊന്നേ. അമ്മേ വന്നേ. എന്താടാ? കത്തിച്ചോ. നിങ്ങളധികം ആട് നിന്നാലേ വഴിപാടിന്റെ എണ്ണം കൂടും. അതാ. കത്തിച്ചോട്ടാ. എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എന്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങക്ക് അറിയാം ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച തന്നത് ഇങ്ങക്ക്? എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ ആ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ എന്റെ ഓൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്? എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണില്ല അതോടെ വെക്കും. $15,950. 15,950. ഉഫ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. എല്ലാം കുളവും. ഈ ജോത്സ്യന്റെയും പൂജാരിയുടെയും പിന്നാലെ പോയിട്ടെ പണയിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എന്റെ പണയം ബിസിനസിനെ കാട്ടി എത്രയോ വലുതാ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ വഴിപാടൊക്കെ മര്യാദയ്ക്ക് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ കാശിനല്ലേ വേണ്ടത്. അമ്മക്ക് ഇങ്ങനെ വെറുതെ നേർന്നാ മതിയല്ല. ഞാൻ ഇവിടെ കിടന്ന് നേർച്ചയായിരുന്നോണ്ട് തന്നെയാ ഓക്കായത്, അല്ലാതെ എന്റെ കേമത്തിനെ കൊണ്ടൊന്നും അല്ല. പലരും അവകാശവാദങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ മാസ് ഡയലോഗ് കേട്ട നകുലേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. റഫീഖിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അലസിപ്പോയി. മാസാമാസം ചാർട്ടുമായിട്ട് വന്ന പോലെയാണ് കക്ഷിയുടെ ഇപ്പത്തെ മെയിൻ പണി. നകുല, കൊറേ പേര് അവകാശവാദമായി വന്നതും ഇനി കൈനിറച്ചു കൊടുത്തതും നമ്മൾ അറിഞ്ഞിന്. ശരിക്കും പറഞ്ഞാ നമ്മളെ ചാട്ടല്ലേ പണിയൊപ്പിച്ചേ. ആടാ കറക്റ്റ്. എന്റെ ചാർട്ടാ പോലും കുഞ്ഞിന്റെ അച്ഛൻ. ആ എന്നാ ഞാൻ പോയി കയറാം. ആ കേറ്. അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ ഭാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിനെ കാണിച്ചാ മതി. പനി പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എന്ത് പറ്റിയ? ഓക്കെ അല്ലേ?